എല്ലാവർക്കും മൈ ലൈഫ് മൈ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു പായസം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇന്ന് ഞാനിവിടെ അടപ്രഥമൻ ഒന്ന് പരീക്ഷിക്കാന്ന് വെച്ചു. അപ്പോൾ ഞാനിത് സാധാരണ വല്ലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നല്ല ഇഷ്ടമാണ് അവർക്ക്. കുറച്ച് സാധനങ്ങൾ വേണ്ടു. അടപ്രഥമൻ നല്ല ടേസ്റ്റി ഉള്ള പായസമാണ്. ഇത് രണ്ട് ഇതിട്ട് ഉണ്ടാക്കാം. വെള്ളം ഉപയോഗിച്ചിട്ടും പിന്നെ പഞ്ചസാര ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. ഞാനിവിടെ പഞ്ചസാരയും പാലൊക്കെ ഉപയോഗിച്ചിട്ടാണ്. വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുക. പാലും പഞ്ചസാരയും ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. അതാണ് മക്കൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാൻ 200 ഗ്രാം അട എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലുപ്പമുള്ള അടയാണ്. സാധാരണ ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ ചെറിയ അടയാണ് കടയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് വലുപ്പമുള്ള അടയാണ് കിട്ടിയിരിക്കുന്നത്. അമ്മയൊക്കെ വീട്ടിൽ അടയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. എനിക്കതറിയില്ല, അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ 5-6 ഏലക്കായ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് പൊടിക്കുന്നതുകൊണ്ട് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പൊടിച്ചത്. അല്ല, ഏലക്കായ മാത്രം പൊടിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ അത് വറുക്കാൻ ആവശ്യമായ നെയ്യും. നമുക്ക് വേണ്ടത് പാലാണ്. ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം ബലദാന പാലാണ്. ഇതില്ലാതെ ഞങ്ങൾക്കൊരു ദിവസം പോലും ഇല്ല. ഇവിടെ കുട്ടികളൊക്കെ കുടിക്കുന്നതാണ്. ചായയിലൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. ഖത്തറിൻ്റെ സ്വന്തം പാലാണ് ഞങ്ങൾ. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ അവസാനം ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഒഴിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അട ഒരു അരമണിക്കൂർ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുക ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളൊന്ന് കഴുകിയിട്ട് ഊറ്റിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അട ഒരു 10-25 മിനിറ്റ് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അട ഞാൻ അതിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് 2 പ്രാവശ്യം കഴുകി. അപ്പോൾ അതിൻ്റെ കൊഴുപ്പൊക്കെ അങ്ങ് പോവും. എന്നിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പാല് തിളപ്പിക്കാം. പാത്രം എടുത്തിട്ട് ഞാൻ അതിൽ പാല് ഒഴിക്കുക. വെള്ളം ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഈ കുപ്പിയിലോട്ട് ഒഴിച്ച് കുറച്ച് വെള്ളം ചേർത്താൽ മതി. എന്നിട്ടാണ് പാൽ തിളപ്പിക്കുക. അപ്പോൾ ഓക്കെ, ഈ കിസ്മിസ് വണ്ടിപ്പരിപ്പിലൊക്കെ ഗണ്യമായി കുറവ് വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവിച്ചെന്നറിയില്ല. ക്യാമറമാൻ്റെ കരവിരുദ്ധം സംശയമുണ്ട്. ഇതിലൊക്കെ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. ക്യാമറമാൻ വല്ല ചവച്ച് നടപ്പുണ്ട്. ഇതിൽ മിക്കവാറും അങ്ങേരെ അടുത്ത് വീശാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ വേറെന്താ പറയാന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എല്ലാത്തിലും സ്റ്റീലിന്റെ പാത്രങ്ങളാണ് ഉപയോഗിച്ചത്. അതിന് കാരണമുണ്ട്. ഞങ്ങളിവിടെ കുപ്പി പ്ലേറ്റും സ്റ്റീലിന്റെ പ്ലേറ്റും ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എനിക്കൊരാളുണ്ട്, 3 വയസ്സുള്ള മൂപ്പര്. എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ പാത്രങ്ങളും ഈ കുപ്പി പ്ലേറ്റ് എല്ലാം നല്ല എങ്ങനെയാലും അവൻ പൊട്ടിച്ചിരിക്കും. ഗ്ലാസ്, പ്ലേറ്റ്. ഞങ്ങൾ അതിലിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ സ്റ്റീലിൻ്റെ ഗ്ലാസ് വാങ്ങിയിട്ട് കൊണ്ടുവന്നതാണ്. എന്താ പറഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും പൊട്ടിച്ചിരിക്കും. എവിടെ വെച്ചാലും അവൻ തട്ടിപ്പൊട്ടിരിക്കും. ഞങ്ങൾ ചോറ് കഴിക്കുമ്പോൾ ഒക്കെ മേശമേൽ വെച്ച് അവൻ മെല്ലെ അറിയാത്ത ഭാവത്തിൽ വന്ന് തട്ടിപ്പൊട്ടിക്കും. അപ്പോൾ അവനെ പേടിച്ചിട്ട് ഞങ്ങളെല്ലാം ഇവിടെ സ്റ്റീലാക്കിയതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ഒരു ചേച്ചി, ഞങ്ങളുടെ ഓഫീസിലെ ഹസ്ബൻഡിൻ്റെ ഓഫീസിലെ ചേച്ചിയുണ്ട്, ഞങ്ങളുടെ സ്വന്തം ചേച്ചി. അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് കുറേ കുപ്പിപത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എത്ര ദിവസം ഇത് കാണുമെന്ന് ഒരു പിടിയുമില്ല. ഇപ്പൊ അവൻ കണ്ടു എനിക്ക് ആ റെഡ് കളർ പാത്രം വേണമെന്നാണ് പറഞ്ഞത്. കളറൊന്നും ശരിക്കറിയില്ലല്ലോ.
അപ്പോൾ ഇപ്പൊ വന്നിട്ട് പറഞ്ഞു അതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവനെ കാണാതെ ഇത് ഒളിപ്പിച്ച് എവിടെയെങ്കിലും കൊണ്ടുവെക്കണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ അവിടെ അച്ഛനും ഒക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് അവനൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കുപ്പിപ്പാത്രങ്ങളൊക്കെ എടുത്തു മാറ്റി സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവൻ കഴിഞ്ഞ ആദ്യ തവണ പോയപ്പോൾ കുറേ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവന്റെ കാര്യങ്ങൾ. എത്ര ദിവസം ഇത് കാണുമെന്നൊന്നും പറയാനാവില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിപ്പോ പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടയിടാം. ഒന്ന് തിള വരുമ്പോൾ തന്നെ അടയിടാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ അട പുതിർത്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പൊ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് നല്ലതുപോലെ ഒരു 10-20 മിനിറ്റ് ഒരു ലൈറ്റ് ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് എന്നാ എനിക്ക് തോന്നുന്നത്. പല ആൾക്കാരും പലതരത്തിൽ ഉണ്ടാക്കും. ഞാനിങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ അടയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ചെറുതീയിൽ 1 മണിക്കൂറോളം ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കട്ടിയൊന്നും അധികം ഇല്ല. അപ്പൊ ഞാൻ ഇതൊഴിക്കാൻ പോവാം. ഇതൊഴിച്ച് ഒന്ന് തിളച്ചിട്ട്, ഇത് കുറെ ഒഴിക്കണമെന്നില്ല. അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ പായസം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര ഓരോരുത്തർക്ക്, ചില ആൾക്കാർക്ക് നല്ല മധുരമായിരിക്കും, ചില ആൾക്കാർ മധുരം കുറവായിരിക്കും. ഓരോരുത്തരെ ഇഷ്ടമനുസരിച്ച് ഇടാം. പിന്നെ ഞാൻ ഒരു നുള്ളു ഉപ്പിടാൻ പോവാം. പായസത്തിൽ ഒരു നുള്ളു ഉപ്പിടണം. അപ്പം എന്നാലൊരു ടേസ്റ്റ് വരും. അപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് അലിയട്ടെ. അപ്പോൾ നമ്മളെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏലക്കായപ്പൊടി ഇടാം. അതിട്ട് എന്നിട്ടൊന്ന് തീ ഓഫ് ചെയ്യും. നമ്മൾ ഇത് ഒന്ന് വറവ് കഴിക്കാൻ പോവാം. ഒന്ന് വറുത്തിടാൻ പോവാം. നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായിട്ട് നമുക്കിതൊന്ന് വറുത്തിടാം. അതിന് കുറച്ച് നെയ്യ് എടുക്കണം. അപ്പൊ നമ്മുടെ ചീനച്ചട്ടി ഇതാ ചൂടായിട്ടില്ല, കുറച്ചുകൂടെ ചൂടാറുണ്ട്. അതിനു മുന്നേ ഞാനൊന്ന് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് കഴുകി എടുക്കാണ്. രണ്ടും നല്ലോണം കഴുകിയിട്ടുണ്ട്. അങ്ങനെ നെയ്യ് ഒഴിക്കാം. കുറച്ച് നെയ്യ് മതി. 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മ കാഷ്യൂ ഒക്കെ നല്ലപോലെ വറുത്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ
എന്നിട്ട് മുന്തിരി ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ മുന്തിരി കരിഞ്ഞു പോവും. മുക്കാൽ വേവായിട്ട് മുന്തിരി ഇട്ടാൽ മതി. ഇത് രണ്ടും കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് വറുക്കുക. ഈ കാഷ്യൂ വറുത്തിട്ട് പായസത്തിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് വറുത്തിടുന്നത്. ഓ, മുന്തിരി നല്ല പൊങ്ങി കുമ്പള പോലെ ആയിട്ടുണ്ട്. നമ്മൾ ഇത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഇരിപ്പുണ്ട്. അടിപൊളി പായസമാണ്. എല്ലാവരും ഒന്ന് തമാശയൊക്കെയാണ്, ക്യാമറയുടെ പുറകിൽ വന്നിട്ട് തമാശയൊക്കെയാണ് എന്നെ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ അടിപൊളിയായിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഷുവറായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. പക്ഷെ ഇതിന് കുറച്ച് ടൈം വേണം. 1 മണിക്കൂറധികം നമ്മൾ ഈ പായസം അടുപ്പിൽ വെച്ച് ഒന്ന് ചെറു തീയിൽ ഇടയ്ക്കെങ്ങാനും ഇളക്കി കൊടുക്കണം. അപ്പോഴാണിത്. നമ്മൾ ചോറും കറിയൊക്കെ വെക്കുമ്പോൾ ഒരു സൈഡിൽ വെച്ചാൽ മതി. അല്ല ഇത് ലാസ്റ്റ് പായസം ഉണ്ടാക്കാൻ നിന്നാൽ സമയം കുറേ പോവും. അപ്പോൾ ചോറ് കറി വെക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മളിത് തുടങ്ങണം, ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പോൾ 1 മണിക്കൂർ നല്ല ലൈറ്റ് തീയിൽ വെന്താൽ നല്ലതുപോലെ ചേരും പായസമൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വിഭവമായി വീണ്ടും കാണാം. ബൈ.